ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാകുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേത പത്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂപൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ആയുരാരോഗ്യവും ഈ ലോക ജീവിത നന്മകളും എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് 2 ദിവസം കൊണ്ട് ഉള്ള മക്കളുടെ ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും പേരുകൾ എല്ലാ ഇടയ്ക്കിടയ്ക്ക് വേറെ വീഡിയോസ് കാണുന്ന പേരുകളൊന്നും എനിക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ എഴുതി വെച്ചു. കമൻസ് ചെയ്യാത്ത ഒരുപാട് മക്കളുണ്ട്, അവരെ ഞാൻ മുന്നേ അർപ്പിക്കുന്നു. എല്ലാവരും ഭഗവാന്റെ മക്കൾ, ഭക്തമക്കൾ. അതുകൊണ്ട് എല്ലാവരും ഒന്നുപോലെ തന്നെയാണ് ഈശ്വരന് കാരണം കമൻസ് ചെയ്യാൻ അറിയാത്തവരും ഉണ്ടല്ലോ. പിന്നെ വേണ്ടാന്ന് വെക്കുന്നത് എങ്ങനെയെങ്കിലും കേട്ട് അത് യഥാർത്ഥ ഭക്തമക്കൾ എങ്ങനെയൊക്കെ അപ്പോൾ തന്നെ പ്രസന്ന അറിഞ്ഞൂടെങ്കിലും എങ്ങനെയൊക്കെ ഒപ്പിച്ചവൻ പ്രസന്ന എറണാകുളത്തുനിന്ന് വയ്യാത്ത കുട്ടിയാണ്. എന്തെങ്കിലും ഒന്ന് അത് ചെയ്യുന്നത് ചെയ്ത് പഠിച്ചു വന്ന് അതുപോലെ അവരുടെ താല്പര്യം അത് ഭഗവാനുള്ള സ്നേഹം വരുമ്പോൾ കമൻസ് തനിയെ വരും. അത് മനസ്സിലാക്കാം നമുക്ക്. ആ ഭക്തമക്കൾ അപ്പോഴേ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അപ്പോഴേ ഒരു കമൻസ് ചെയ്തിരിക്കും. എവിടെന്നെങ്കിലും പഠിച്ചെങ്കിലും എടുക്കും, എങ്ങനെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും ചോദിച്ച് പഠിച്ചെടുക്കും. അങ്ങനെയുണ്ട്. എന്നാൽ ഒട്ടും കാഴ്ച കുറവുള്ളവരും അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരെയും ഭഗവാൻ അറിയാമല്ലോ. ഭഗവാൻ ലോകത്തുള്ള എല്ലാ ഭക്തമക്കളെയും ഭഗവാൻ എപ്പോഴും അരൂപിയാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. പ്രദീപ്, രാധാ ശിവാനന്ദൻ, ബിജി ബിജു, നിർമ്മല പവിത്രൻ, നിർമ്മല രമേഷ്, പ്രസന്ന, ജഗദമ്മ, സ്മിത, നിഷ ആർ നായർ, രുക്മിണി മോഹൻ, ജയാനിൽ, ശ്രീല, ഗീതാ നായർ, ശുഭകുമാരി, ജയശ്രീ ബാബു, വിലാസിനി വലിയപറമ്പിൽ, ദീപ സന്തോഷ്, സലിന അമ്മ. അപ്പോൾ അത്രയും മക്കളുടെ പേരുകൾ ഇനി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ മക്കളെ. ഞാൻ മനഃപൂർവ്വമായിട്ട് പറയാതിരിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒരു എല്ലാം എങ്ങനെയും ഒപ്പിച്ച് എവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ചെടുക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും ഭഗവാനിൽ ഈ പേര് തന്ന എല്ലാ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. അല്ലാതെ ഭഗവാന്റെ ഭക്തമക്കൾ എല്ലായിടും ഉണ്ടല്ലോ. ഇത് വായിക്കുന്നവരും വായിക്കാത്തവരും ഇത് കാണാത്തവരും വേറെ പലതും എല്ലാം ഈശ്വരൻ്റെ ഭക്തമക്കൾ ലോകത്ത് എല്ലായിടും നിറഞ്ഞിരിപ്പുണ്ട്. അത് ഈശ്വര പൈതൽ എന്ന് പറയാം. മറ്റവർ ഭഗവാന്റെ സൃഷ്ടികൾ തന്നെ. പക്ഷേ ഭഗവാന്റെ വേല ചെയ്യുകയും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ഭഗവാന്റെ ഗുണഗണങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്ന അതാണ് ഭക്തമക്കൾ എന്ന് പറയുന്നത്. അതാണ് ദൈവ പൈതൽ. ഭഗവാൻ ഇഷ്ടം അങ്ങനെയുള്ളവരുടെ ഭക്തന്മാരുടെ അടുത്താണ്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. ഭഗവാൻ ഞാൻ മറ്റുള്ളവരെ കണക്കല്ല, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്യും. ചിലർ എത്ര ചേരും തിരിഞ്ഞ് ചെയ്യാത്തവരുണ്ട്. ഇങ്ങനെ പലതും പറഞ്ഞിട്ട് ഞാനിത് ഒന്നും അകപ്പെടത്തില്ല. ഭഗവാൻ എന്താണ്? ഭക്തരായ മക്കളുണ്ട്. ഭക്തന്മാർക്ക് നിത്യവും ഭഗവാനെ സ്നേഹിച്ച് പ്രേമമാകുന്ന ഭക്തിയിൽ പ്രാർത്ഥിക്കുന്ന സത്യവാന്മാർക്ക് ഞാൻ ദാസനാണ്. അപ്പോൾ ഭഗവാൻ മറ്റുള്ളവരുടെ കണക്കൊന്നുമല്ല. ഭഗവാനെ സ്നേഹിക്കുകയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങനെ
സത്യമായിട്ടുള്ള സത്യവാന്മാരായ ഭക്തന്മാരുണ്ട്, അവർക്ക് ഭഗവാൻ ദാസനായി നിൽക്കുമെന്നാണ്. അത് നമുക്ക് കറക്റ്റായ കാര്യമാണ്. കാരണം നമുക്ക് അല്പമൊക്കെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ നമുക്ക് നന്മ മാർഗം നമുക്കൊക്കെ അല്പാൽപ്പമല്ലേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് ഇപ്പോഴെങ്കിലും എൻ്റെ കുട്ടിക്കാലം തൊട്ടേ മറ്റുള്ളവർക്ക് ആരുടെ ദാസിയാവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആരെന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ എനിക്ക് എൻ്റെ മനസ്സ് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ ഭഗവാൻ എത്രമാത്രം ആയിരിക്കും. നമുക്ക് തന്നെ ചിലർക്ക് ഇതിൽ തന്നെ എത്രയോ മക്കൾ അങ്ങനെയുള്ളവരുണ്ട്. ജഗദമ്മ തന്നെ പറഞ്ഞ ശരിയാ, അപ്പം ഞാനും അങ്ങനെയാണ്. കാരണം നമ്മൾ അവിടെ ഒന്നും നോക്കത്തില്ല, അവിടെ എപ്പോഴും മനസ്സിനകത്തൊരു നന്മ മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ നമ്മളും ഇതുപോലെ മറ്റുള്ളവർക്ക് ഭക്തിയായിട്ടും സ്നേഹമായിട്ടും ഉള്ള മക്കളോട് നമ്മളും ഒരു ദാസിയായി മാറും. അതാണ് ഒരു ഭക്തൻ്റെ ലക്ഷണം. അതെന്താ, ആ ഭക്തൻ ഭഗവാനെ പോലെ എന്നാണ്. ഭഗവാൻ ഭക്തനിലും പിന്നെയോ ഭക്തൻ ഭഗവാനിലും. യേശുകർത്താവും പറഞ്ഞേക്കുന്നത്, യേശുദേവൻ പറഞ്ഞേക്കുന്നത്, പിതാവ് എന്നിലും ഞാൻ പിതാവിലും, നമ്മളും അതുപോലെ ആകണം. അപ്പം കർത്താവ് യേശു ഭഗവാൻ ദൈവപുത്രനാണ്, അതായത് പിതാവായ ദൈവം എന്നിലും, അതായത് കർത്താവിലും, ഈ കർത്താവായ യേശു തമ്പുരാൻ പിതാവിലും, നമ്മൾ ഭഗവാനും കൃഷ്ണനും ഇതാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ ഭക്തനിലും ഭക്തൻ എന്നിലും. അപ്പോൾ അതുപോലെ നമ്മളും ആകണം. ഞാനും പറയണം, അങ്ങനെ ഓരോരുത്തരും എന്നിലും ഭഗവാൻ കൃഷ്ണനുണ്ട്, അല്ലെങ്കിൽ പരമാത്മാവുണ്ട്. കൃഷ്ണൻ ഇപ്പം കൃഷ്ണൻ്റെ രൂപം അന്നത്തെ ഒരു രൂപം നമ്മൾ ചിന്തിക്കുന്നതിലേ ഉള്ളൂ. പക്ഷെ ആളാരാ? പരബ്രഹ്മമൂർത്തിയല്ലേ. അപ്പോൾ ഈ പിതാവായ ദൈവം നമുക്കും പിതാവെന്നാ പറയേണ്ട. പരബ്രഹ്മം പിതാവാണ്. ആ പിതാവ് രൂപം എടുത്ത് വന്നതോടാണ് കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടൊക്കെ വരുന്നത്. പക്ഷേ ആളാരാണ്? ആ പരബ്രഹ്മമൂർത്തിയാണ്. അപ്പോൾ ഈ പിതാവായ ദൈവം നമ്മൾ ഓരോരുത്തരും പറയണം, എന്നിലും ഞാൻ ആ പിതാവിലും. നമുക്കും അതുപോലെ. അതിനാണ് ഇവരൊക്കെ ഈ നമ്മളെ ഗുരുക്കന്മാരായിട്ട് ഇവിടെ ഭൂമിയിൽ വന്നത്. എന്തിനാ? നമ്മളിത് പഠിപ്പിക്കാനാ. അപ്പം നമ്മളുടെ അജ്ഞാനം പിടിച്ചിരിക്കേണ്ട, നമുക്ക് തീർത്ത് പറയാം, എന്നിലുണ്ട് ഭഗവാൻ, പരമാത്മാവ് എന്നിലുണ്ട്, ഞാൻ പരമാത്മാവിലുണ്ട്. അതായത് പിതാവ് എന്നിലുമുണ്ട്, ഞാൻ പിതാവിലുണ്ട്. എനിക്ക് തീർത്ത് ഉറപ്പായി പറയാൻ എനിക്ക് പറ്റും. അതുപോലെ എല്ലാവരും അങ്ങനെ പറയണം. അങ്ങനെ ആയി തീരുമ്പോൾ നമുക്ക് കറതീർന്ന് പറയാൻ പറ്റും. എന്നിലും പിതാവുണ്ട്, പിതാവ് എന്നിലുണ്ട്, ഞാൻ പിതാവിലുണ്ടെന്ന് എനിക്കും പറയാം. സർവ്വ സൃഷ്ടിയിലും ഉണ്ടല്ലോ. പിന്നെ യഥാർത്ഥമായി ഉറച്ച് നമുക്ക് പറയണമെങ്കിൽ എന്ത് തന്നെ വേണം? അങ്ങനെ നമ്മൾ ദൈവ പൈതലായി മാറുമ്പോൾ അത് കറക്റ്റായിട്ട് പറയാം. കാരണം ഈശ്വരൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാണ് ഒരു ദൈവ പൈതൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറതീർന്ന് പറയാൻ പറ്റും, ഉറപ്പായിട്ടും പറയാം, ഭഗവാൻ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ്. യേശു കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്കിനി ഒരു നാമം ചൊല്ലിയിട്ട് അത് വായിക്കാം. നമുക്ക് അച്യുതാഷ്ടകം ചൊല്ലാം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദനം ദന്ധതേ ദേവകീ നന്ദനം നന്ദനം സന്തതേ. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനി ചക്രിണി രുക്മിണീ രാഗിണി ജാനകി ജാനയെ വല്ലഭീ വല്ലഭായാർച്ചിതായാത്മനെ കംസവിധ്വംസിനി വംശിനീ ദേ നമഃ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവാജിത ശ്രീനിധേ അച്യുതാനന്ദ ഹേ മാധവാധോഷജ ദ്വാരകാനായക ത്വൽപദാബ്ജം ഭജേ. രാക്ഷസശോഭിത സീതയാ ശോഭിതോ ദണ്ഡകാരണ്യഭൂപുണ്യതാ കാരണം ലക്ഷ്മണേനാന്വിതോ വാനരൈ
രാഘവാ പാതുമ ധേനുകാരിഷ്ടഹാനിഷ്ടകൃദേഷിണ കേശിക കംസഹൃദ്വംശിക വാദക പൂതനാലോപക സൂരജാഖേലനോ ബാലഗോപാലക പാതുമാം സർവദ വിദ്യുദ്യോതവൽ പ്രസ്ഫുരദ്വാസനം പ്രാവിടം ബോധവൽ പ്രോല്ലസദിഗ്രഹം വന്യയാമാലയ ശോഭിതോരസ്ഥലം ലോഹിതാംഘ്രിദ്വയം വാരിജാക്ഷം ഭജി കുഞ്ചിതൈ കുന്തളൈ ഭ്രാജമാനനം രത്നമൗലിം ലസൽ കുണ്ഡലം ഗണ്ഡയോ ഹാരകേയൂരകം കങ്കണം പ്രോജ്വലം കിങ്കിണീ മഞ്ജുളം ശ്യാമളം തം കിങ്കിണീ മഞ്ജുളം ശ്യാമളം തം ഭജി കിങ്കിണീ മഞ്ജുളം ശ്യാമളം തം ഭജി. നമ്മൾ രാസക്രിയയുടെ അവസാനം എത്താറായി, അത് തീരാറായി. ഇന്നുകൂടാകുമ്പോൾ അത് തീരും മിക്കവാറും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഭഗവാൻ ഇങ്ങനെ ഈ കർമ്മം എടുത്ത് തോനെ പറഞ്ഞാൽ നമുക്ക് സമയം പോകും. എന്ത് കർമ്മം? ഇതൊരു പാപകർമ്മമാണെന്നാണ് ഇവിടെ പിന്നെ ഈ പരിഷത്ത് പറയുന്നത്. എന്താ? ഈ അന്യ സ്ത്രീകൾ ഭർത്താവുള്ള ഈ സ്ത്രീകളെ ഭഗവാൻ ഇങ്ങനെ രമിപ്പിച്ചപ്പോൾ അത് പാപമല്ലേ, പരതാരാതി സംഗമമല്ലേ, അന്യ സ്ത്രീകളല്ലേ, അത് പാർത്താൽ അത് കഷ്ടമല്ലേ? ഈ മാർഗം ഇങ്ങനെ എല്ലാവരും ഇത് കണ്ട് പഠിക്കത്തില്ലയോ? ലോകത്തിൽ ഉത്തമന്മാരായ ഭഗവാൻ ഉത്തമനാണല്ലോ, അവർ ചെയ്യുന്നത് കണ്ടാൽ ഇത് ധർമ്മം ഇതാണെന്ന് എല്ലാവരും അങ്ങ് ധരിക്കും. ഇത് ധർമ്മം, ഇത് യഥാർത്ഥ ധർമ്മമാണ്. അതുകൊണ്ടാണല്ലോ കൃഷ്ണനല്ലേ, ഉത്തമനായ കൃഷ്ണൻ ഇത് ചെയ്താൽ ഇതായിരിക്കും നന്മയുള്ള മാർഗം. അത് കരുതി എല്ലാവരും ഇങ്ങനെ അങ്ങ് ആയി പോകത്തില്ലേ? അതുകൊണ്ട് ലോകസ്യ ധർമ്മം എന്നോർത്ത് മറ്റുള്ളവർ ഏവം നടക്കും. അതുകൊണ്ട് അധർമ്മങ്ങൾ ആവോളം ഏറ്റവും വളരുമല്ലോ ഭൂവി, ഇതിങ്ങനെ ആയി പോകുമല്ലോ എന്ന് പരിഷത്ത് മഹാമുനിയെടുത്ത് പറയുന്നു. ലോകത്തിൽ ഉത്തമന്മാരെല്ലാം അറിയും എന്നാകയാൽ ഉത്തമന്മാർക്കെല്ലാം അറിയാം എന്നും അതുകൊണ്ട് വേദമാർഗക്രമം എന്നിയേ ഏതും നടക്കയില്ലെന്നത് ഓർത്തേവരും. ഈ വേദമാർഗം, വേദങ്ങളെല്ലാം എന്താ? അതിൻ്റെ മാർഗം വഴികളെല്ലാം ഇല്ലാതെ ഇങ്ങനെ നടക്കയില്ലെന്ന് ഓർത്തേവരും. കാരണം ഭഗവാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം യഥാർത്ഥ ജ്ഞാനം, വേദമാർഗങ്ങൾ ആ വഴി തന്നെയാണെന്ന് കരുതിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം ക്രമം എന്നിയേ അല്ലാതെ ഏതും നടക്കയില്ലെന്ന് ഓർത്തേവരും. അപ്പം ഇത് ശരിയായിട്ടുള്ളത് തന്നെ, അതല്ലാതെ ഭഗവാൻ ഇങ്ങനെ ചെയ്യത്തില്ല. ഉത്തമന്മാർക്ക് ഇത് നന്മ ആയതുകൊണ്ടാണ് വേദമാർഗക്രമങ്ങൾ എന്നിയേ അത് തെറ്റാവത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഈ കർമ്മം ഇങ്ങനെ പാപകർമ്മമെന്ന് പരിഷത്ത് പറഞ്ഞാലും ജനങ്ങളത് നല്ല കർമ്മങ്ങളാക്കി വയ്ക്കും. കാരണം ഉത്തമനായ കൃഷ്ണൻ ഇത് ചെയ്യാമെങ്കിൽ ഇത് യഥാർത്ഥ ജ്ഞാനം, ഇത് ധർമ്മമാണെന്ന് കരുതി എല്ലാവരും ഇങ്ങനെ ആയിപ്പോകും. അതുകൊണ്ടത് പാതകരായി വന്നു പോകും. അതുകൊണ്ട് ഇത് ലോകത്തിൽ ഇത് പാപമായി പോകുമല്ലോ എന്ന് പരിഷത്ത് പറയുന്നു. ഭഗവാൻ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും അത് കണ്ട് ഇതാണ് ന്യായം എന്ന് കരുതി, ശരിയായ മാർഗമാണെന്ന് കരുതി, ഇതാണ് വേദമാർഗം എന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ ആയിപ്പോകും. പക്ഷെ അത് പാപമല്ലേ? അവർ അറിവില്ലാത്തൊരു ഭഗവാൻ ചെയ്യുന്ന കണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോകും. അതുകൊണ്ട് ഈശനാം എന്നും വരും, അധർമ്മസ്ഥിതൻ നാശം വരുത്തുന്നു ലോകമെന്നായവൻ. അപ്പോൾ ഈശനാം എന്നും, അപ്പോൾ ഇങ്ങനെയുള്ള പാതകരായി വന്നു പോകും. അതിന് കാരണം എന്താണ്? ഈശ്വരനാണല്ലോ, ഈശ്വരൻ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. വെറുതെ പഴിയും വരും ഭഗവാന്. ഞങ്ങൾ എന്ത് ചെയ്ത് കുറ്റം? ഭഗവാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നതല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഈ പാപം ഭഗവാൻ മുഖാന്തരം ആയി വരുമല്ലോ എന്ന് ഈശനാം എന്നും വരും അധർമ്മസ്ഥിതൻ. അപ്പോൾ ഭഗവാൻ ഇത് ചെയ്തതുകൊണ്ടാണ് മറ്റൊരു ചെയ്തതെന്ന് വരത്തില്ലയോ? അങ്ങനെ ലോകം മൊത്തവും നശിക്കും, നാശം വരുത്തുന്നു എന്നായോ. ഈ ലോകരെല്ലാം അങ്ങനെ നാശം സംഭവിച്ചു. കാരണം അവരെ തെറ്റില്ലല്ലോ. കൃഷ്ണൻ ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ടല്ലേ ഞങ്ങളും അന്യ പുരുഷന്മാരുടെ ഭാര്യമാരെ ഇങ്ങനെ സംഗമിപ്പിക്കുന്നത്. അത് ഭഗവാനും ചെയ്യാമെങ്കിൽ എന്താ, ഞങ്ങൾക്കും ചെയ്താൽ അതാണ് ധർമ്മം എന്ന് തെറ്റിദ്ധാരണയിൽ അവർ ചെയ്യും. അതുകൊണ്ട് ഇതിനൊരു ഈ വക ശങ്ക ഒഴിച്ചരുളണമേ മഹാമുനി, ഇതിൻ്റെ സംശയം എനിക്ക് മാറ്റിത്തരണമേ. ഇതെന്താ ഇതിൻ്റെ യഥാർത്ഥം? അതുകൊണ്ട് ദേവേശ ഭക്ത സർവജ്ഞ മഹാമുനി, ഇതിൻ്റെ ശങ്ക മാറ്റിത്തരൂ എന്നത് കേട്ട് അരുൾ ചെയ്തു മുനിവരൻ നിന്ന് അതിൻ മൂലം അറിയുമ ഓർക്കും. നമുക്കത് കണ്ടു വായിക്കാം. ഈ വക ശങ്ക ഒഴിച്ചരുളണമേ ദേവേശ ഭക്ത സർവജ്ഞ മഹാമുനി,
എന്നതു കേട്ടരുൾ ചെയ്തു മുനിവരൻ ഇന്നതിൻ മൂലം അറിയരുത് ആർക്കുമേ, എങ്കിലും കേൾക്ക. ഇത് കേട്ടപ്പോൾ മുനിവരൻ പറയുന്നു, അതിൻ മൂലം അറിയരുത് ആർക്കുമേ, ഇത് ആർക്കും അറിയാൻ എങ്കിലും കേൾക്കാത്ത, എങ്കിലും ഞാൻ പറയാം. ഇത് എങ്ങനെയാണെന്ന് അറിയാനുള്ള അത്രകൾ അറിവൊന്നും ഇല്ല, എങ്കിലും ഇതിൻ്റെ കാരണം ഇതിൻ്റെ മൂലം അറിയരുത് ആർക്കും, ഇതിനെ യഥാർത്ഥം അറിയാൻ ആർക്കും പറ്റുകയില്ല. ഭഗവാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ലോകർക്ക് ആർക്കും പറ്റത്തില്ല, പക്ഷെ ഭഗവാൻ ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിൻ്റെ യഥാർത്ഥം അറിയില്ല, എങ്കിലും എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ പറയാം, എങ്കിലും കേൾക്ക. ത്രൈലോക്യാധിപന്മാരാം, ത്രൈലോക്യം വെച്ചാൽ 3 ലോകത്തിൻ്റെ അധിപന്മാർ. ആരാ അവര്? ആരൊക്കെയാ? പങ്കജ നേത്ര ധാതൃ ഗിരീശന്മാരും ബ്രഹ്മാവും വിഷ്ണുവും പരമശിവനും. അതാണ് ധാതൃ ബ്രഹ്മാവ്. പങ്കജ നേത്രനാരാ? മഹാവിഷ്ണു. ധാതൃ എന്ന് വെച്ചാൽ സൃഷ്ടാവ് ബ്രഹ്മാവ്. ഗിരീശന്മാരെന്ന് വെച്ചാൽ പരമശിവനൊക്കെ. അപ്പം ഈ 3 ലോകത്തിൻ്റെ അധിപന്മാരായ ഈ ത്രിമൂർത്തികൾ ഉണ്ട്. ധർമ്മങ്ങൾ ഭംഗം വരുത്തുന്നതും ഈ 3 കൂട്ടരും ധർമ്മങ്ങൾക്ക് ഭംഗം വരുത്തുന്നുണ്ട്. ഇതുപോലെ ഓരോന്ന് ചെയ്യുന്നു. കാരണം അവർ ചെയ്യുന്നത് എന്താണെന്ന് അത് കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരാരാ? ലോകനാഥന്മാരാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ എന്താ പറയുക? എങ്കിലും കേൾക്ക. ത്രൈലോക്യാധിപന്മാരാ 3 ലോകത്തിൻ്റെ അധിപന്മാരായിരുന്ന ഈ പങ്കജനേത്രനും വിധാതാവും പരമശിവൻ ഗിരീശന്മാരും ഉണ്ട്. ധർമ്മങ്ങൾ ഭംഗം വരുത്തുന്നതും പണ്ടുമുണ്ടിങ്ങനെ എന്തെന്നത് ഓർക്കിലോ, ചിന്മയ രൂപികൾക്കില്ല ധർമ്മ അധർമ്മം. അപ്പം ചിന്മയ രൂപികളാണ് ഈ 3 ത്രിമൂർത്തികൾ. അവർക്ക് എന്തില്ല? ധർമ്മവും അധർമ്മവും രണ്ടില്ല, അവസ്ഥയില്ല. ഇത് ലോകാധിപന്മാരാണ്, നാഥന്മാരാണ് ലോകത്തിൻ്റെ. അവർ ചിന്മയ രൂപികളാണ്. അവർക്ക് അധർമ്മവും ധർമ്മവും എന്നുള്ള രണ്ടില്ല. എന്തെന്ന് വെച്ചാൽ കർമ്മങ്ങൾ അഗ്നി പോലെ ശുദ്ധരാം. അവർ എന്ത് കർമ്മം ചെയ്താലും അവരുടെ ജ്ഞാനം ആ കർമ്മങ്ങളെല്ലാം അഗ്നി പോലെ ശുദ്ധമായി വരും. അവർ തെറ്റ് ചെയ്യത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താ അവർ ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാൻ കഴിവില്ല. അതുകൊണ്ടാണ് ഇത് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരുടെ കർമ്മം എന്ത് ചെയ്താലും അത് ഗുണമായാലും ദോഷമായാലും അതെന്ത് വരും? അഗ്നി പോലെ ശുദ്ധരാം. അവരെന്താ? അത്രമാത്രം ജ്ഞാനാഗ്നി അവരിലുണ്ട്, യോഗാഗ്നി. അതിൽ എന്ത് കർമ്മം ചെയ്താലും പാപമില്ല. അഗ്നി ഒരു സംഗതിയെ എരിച്ച ശാമ്പലായാൽ അത് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് അവരുടെ യോഗാഗ്നിയുടെ ബലം കൊണ്ട് അവർ ധർമ്മമാണോ അധർമ്മമാണോ ചെയ്യുന്നതിന് യാതൊന്നും അവർക്ക് തെറ്റില്ല. എന്താ? ചിന്മയ രൂപികളാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ അഗ്നി പോലെ ശുദ്ധരാം. അവർ അതുകൊണ്ടല്ലേ മഹാത്മാക്കളായ മാമുനിമാരും അഗ്നി കൊണ്ട്, ജ്ഞാനാഗ്നി കൊണ്ട്, യോഗാഗ്നി കൊണ്ട് സർവ്വ പാപത്തിനെയും നശിപ്പിച്ചുകളെന്ന് പറഞ്ഞെന്താ? ഇതാണ് സംഭവം. അത് അറിവില്ലാത്ത ഈ ലോക ജനങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ ഇത് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ ലോകനാഥന്മാർക്ക് എന്ത് കർമ്മമായാലും അവിടെ ധർമ്മമാണോ അധർമ്മമാണെന്ന് അവരല്ലേ ലോകത്ത് ഇതെല്ലാം വെച്ചേക്കുന്നത്. അവർ എന്ത് ചെയ്താലും അത് ശുദ്ധമായേ വരത്തുള്ളൂ. അതാണ് അവരുടെ കർമ്മത്തിന് ഈ അഗ്നി പോലെ തിളങ്ങും. അവിടെ പാപവും ഇല്ല, ഒന്നുമില്ല. എന്ത് കർമ്മത്തിനും നാശം ചെയ്യാനുള്ള കഴിവുണ്ട്, യോഗാഗ്നിയുണ്ട്. അതുകൊണ്ടാണ് കർമ്മങ്ങൾ അഗ്നി പോലെ ശുദ്ധരാമവർ. അപ്പോൾ അഗ്നി എന്ന് വെച്ചാൽ എന്താ? എന്തിനേയും കത്തി നശിപ്പിച്ച് ചാമ്പലാക്കി കളയാം. അതിനകത്ത് എന്തെങ്കിലും പിന്നെ ഇരിക്കും. ഒരു വിറക് കത്തി ചാമ്പലായ ആ വിറകിൻ്റെ അംശം എവിടെയെങ്കിലും ഇരിക്കും, അത് ചാമ്പലായി പോകത്തില്ലേ? അതുപോലെ തന്നെ നമ്മൾ പാപകർമ്മമായാലും എന്തായാലും അവരുടെ യോഗാഗ്നി കൊണ്ട് ഈ പുറമേയുള്ള അഗ്നി പോലെ തന്നെയാണ് അവരുടെ യോഗമായിരിക്കുന്ന അഗ്നി. അങ്ങനെ ഒരു ശുദ്ധരാമവർ. കർമ്മസാക്ഷി ജഗദീശ്വരനാകയാൽ കർമ്മങ്ങൾ സംബന്ധമില്ല അവർക്കേതുമേ. അപ്പം കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നതാണ് ഈശ്വരൻ. നമ്മളെല്ലാവരും ചെയ്യുന്നതിന് ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്ന ഈശ്വരനാണ്. അതുകൊണ്ട് കർമ്മസാക്ഷി ജഗദീശ്വരനാകയാൽ കർമ്മങ്ങൾ സംബന്ധമില്ല അവർക്കേതും. അവർക്ക് ഒരു കർമ്മങ്ങളോടും ബന്ധമില്ല. എന്തോ ചെയ്തെന്നോ ചെയ്തില്ലെന്നോ അവർക്ക് രണ്ടുമില്ല. അവർക്ക് ബന്ധമില്ല, ഒരു കർമ്മത്തിനോടും ബന്ധമില്ല. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഈ ഗോപസ്ത്രീയോട് സംഘമില്ല. അവർ കർമ്മം ചെയ്തതൊന്നും അവരുടെ സംഘം ചേർച്ചയില്ലാതാ. പക്ഷേ ഈ നമ്മളെപ്പോലുള്ള ജനങ്ങളെന്താണ്? അത്രത്തോളം ഭഗവാനിൽ രമിച്ച് തന്നെ ചെയ്യുന്നത്. നമ്മളെ രമിപ്പിക്കാനാണ് ഭഗവാൻ നിൽക്കുന്നത്.
നമുക്ക് പിന്നെ ഇപ്പം പൊടി കുട്ടികൾ എന്തെങ്കിലും വിഷമം പിടിച്ച് കരയൊക്കെ ചെയ്താൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിരിപ്പിക്കാനും കരച്ചിൽ നിന്ന് മാറ്റി പിടിക്കാനും വേണ്ടി എന്തെങ്കിലും വിഷയം മാറ്റുന്ന അറിയാമോ ബുദ്ധിപൂർവ്വം. അതുപോലെ ഈ മനുഷ്യർക്ക് നമുക്ക് സന്തോഷവും സമാധാനവും എന്താ പറയുക ആനന്ദവും കിട്ടാൻ വേണ്ടി ഭഗവാൻ ഏത് രീതിയും പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അത് നടത്തുന്നു, അല്ല ഭഗവാന്റെ ഉള്ളിൽ യാതൊരു സംഗമവും ഇല്ല. ഇതാണ് ഇവിടെ പറയുന്നത്. കർമ്മസാക്ഷി ജഗദീശ്വരനാകയാൽ കർമ്മങ്ങൾ സംബന്ധമില്ലവർക്ക് ഒരു ബന്ധവും. ഇത്രയും 16,008 ഗോപസ്ത്രീകളുണ്ടെങ്കിൽ അല്ലല്ലേ, അങ്ങനെ കണ്ട കണക്ക് ഇത്രയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 കോടി ആവട്ടെ, അവരുടെ കൂടെ ഭഗവാൻ നിന്നാൽ ഭഗവാന്റെ ഉള്ളം ആ മനസ്സ് അവരിലില്ല. ഭഗവാൻ കർമ്മം ചെയ്യുന്നു, ആ മനസ്സ് അവരിലില്ല. അപ്പോൾ പിന്നെ ആ പ്രവർത്തിക്കുന്നു. പക്ഷേ ഭഗവാന്മാർക്കേ അത് പറ്റൂ. ഇങ്ങനെയുള്ള യോഗാഗ്നി കൊണ്ട് ബലം പിടിച്ച ഈശ്വരന്മാർക്ക് മാത്രമേ അത് നടക്കൂ. സാധാരണ ജനങ്ങൾക്ക് നടക്കത്തില്ല. അവരുടെ മനസ്സ് അതിലേക്ക് അങ്ങ് പോകും. ഇവിടെ എന്തോ ഭഗവാൻ കർമ്മം കൈകൊണ്ട് ശരീരം കൊണ്ട് ചെയ്തു. ഉള്ളിനകത്തിരിക്കുന്ന ആ മനസ്സ് അതിലോട്ട് സംബന്ധമില്ല. അതുകൊണ്ടാണ് കർമ്മസാക്ഷി ഭഗവാൻ ജഗദീശ്വരനാകയാൽ കർമ്മങ്ങൾ സംബന്ധമില്ലവർക്ക് ഏതുമേ ഒരു ബന്ധവും ഈ സ്ത്രീകളുമായിട്ട് ഇല്ല. അത് എങ്ങനെയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യപ്രഭയാലെ കർമ്മം നടക്കുന്നു. നമുക്ക് സൂര്യൻ്റെ പ്രകാശം വെളിച്ചവും വെട്ടവും ചൂടും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഒരു ചെടി വളരണമെങ്കിലും നമ്മൾ വളരണമെങ്കിലും എന്ത് കർമ്മം, നമുക്ക് ആഹാരം പാചകം എന്തിന് വേണമെങ്കിലും ഇവിടെ എന്ത് വേണം? സൂര്യത്തിൻ്റെ ചൂട് വേണം, വെട്ടം വേണം, പ്രകാശം വേണം. അപ്പോൾ ഭഗവാൻ ആണ് സൂര്യൻ. സൂര്യപ്രഭയാലേ കർമ്മം നടക്കുന്നു. ഇവിടെ ഈ ലോകത്ത് എന്ത് കർമ്മം ചെയ്യണമെങ്കിലും എന്തുണ്ടാവണമെങ്കിലും ഭഗവാൻ സൂര്യൻ ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് കരുതി സൂര്യനില്ല കർമ്മബന്ധങ്ങളൊന്നുമേ സൂര്യനില്ല. സൂര്യൻ്റെ അടുക്ക് ആരും ചെന്ന് വല്ലതും കർമ്മം ചെയ്യാൻ പോകും. അതുപോലെയാണ് സൂര്യൻ. അഗ്നി എന്ന് വെച്ചാൽ അടുക്കാൻ പറ്റത്തില്ലല്ലോ, അഗ്നിയുടെ അടുക്ക പോലും ചെല്ലാൻ പറ്റത്തില്ല. അപ്പം പിന്നെ സൂര്യഭഗവാൻ അടുക്കൽ ചെന്ന് കയറാൻ പറ്റുമോ? അഗ്നിയല്ലേ, തിളച്ച് മറിയത്തില്ലേ, വെന്ത് പോവത്തില്ലേ? അതുപോലാണ് ചിന്മയ രൂപികളായ ഭഗവാന്റെയൊക്കെ സ്വഭാവം അഗ്നി പോലെയാണ്. അവർക്ക് ഒരു കർമ്മവും അവിടെ ബാക്കിയില്ല. അപ്പോഴേ അത് അഗ്നിയിൽ ചാമ്പലായതുപോലെ അങ്ങ് പോവും. മനസ്സിൽ അതൊന്നും ഇല്ല. മനസ്സ് ഈ ജോലി കർമ്മത്തിലെങ്ങും ഇല്ല. യോഗാഗ്നിയിൽ അവർ ലയിച്ചവരാണ്. എന്നെങ്ങനെയെന്ന് വെച്ചാൽ സൂര്യനെ പോലെ. സൂര്യൻ ഉണ്ടെങ്കിലേ നമ്മളെല്ലാവർക്കും ജീവിതമുള്ളൂ. അതുപോലെ ഭഗവാൻ ഈ ഗോപസ്ത്രീകൾക്ക് അവരുടെ സന്തോഷത്തിനും അവരുടെ ആഗ്രഹത്തിനും ഒത്തു നിന്നു എന്നുള്ളതാണ്. കാരണം സൂര്യൻ എങ്ങനെ നമുക്ക് ഒത്തു നിൽക്കുന്നത്? അവിടുത്തെ പ്രഭ കൊണ്ട് നമ്മൾ ജീവിക്കുന്നു ഇവിടെ. അതുകൊണ്ട് സൂര്യന് നമ്മളോട് ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? സൂര്യനില്ല കർമ്മബന്ധങ്ങളൊന്നുമേ. സൂര്യപ്രഭയാലെ കർമ്മം നടക്കുന്നു. സൂര്യഭഗവാന്റെ പ്രഭ കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണത്. എന്ത് കർമ്മവും അതിൽ കൂടെ ചെയ്യുന്നത്. പക്ഷേ ആ സൂര്യഭഗവാന്റെ കർമ്മബന്ധങ്ങളെന്നാ ഉണ്ടോ? ഇല്ല, ഒന്നുമേ ഇല്ല. വേദവിധികൃത ഭേദകർമ്മങ്ങൾക്ക് ആധാരമായതും ഭക്തിയാകുന്നു. അപ്പോൾ ഈ വേദവിധികൃത ഭേദകർമ്മങ്ങൾക്ക് ആധാരമായത് എന്താ? ഈ വേദങ്ങൾ ഇതെല്ലാത്തിനും നമുക്ക് എന്താ ഇതിന് യഥാർത്ഥമായി വേണ്ടുന്ന ഭക്തിയാണ്. ഇവിടെ എന്തെല്ലാം ശാസ്ത്രങ്ങളോ പുരാണങ്ങളോ എന്തെല്ലാം വായിച്ച് പഠിച്ചിട്ട് എന്ത് ശാസ്ത്രം പഠിച്ചാലും ഇതിനെല്ലാം ആധാരം എന്താണ്? ഭക്തിയാണ്. എത്ര ഭാഗവതം വായിച്ച് തലകീഴെയൊക്കെ മറിഞ്ഞ് കാണാപ്പടം ഉരുവിട്ട് വായിച്ച് എത്ര തവണ വായിച്ചാലും യാതൊരു ഫലവുമില്ല ഭക്തി ഇല്ലെങ്കിൽ. അപ്പം വേദവിധികൃത ഭേദകർമ്മങ്ങൾക്ക് ആധാരമായത്, അതിൻ്റെ കാരണം മൂലം എന്താണ്? ഭക്തി വേണം. ഭക്തിയാകുന്നതും. ഭക്തി യോഗം ഗമിച്ചാൽ പൂർവ്വകർമ്മങ്ങൾ. ഭക്തിയോഗം കൊണ്ട് ഇപ്പം എല്ലാവർക്കും ഭക്തിയോഗമാണ്. ഈ ഭക്തി കൊണ്ട് നമ്മൾ എന്താ വരുന്നത്? ഗമിച്ചാൽ, ഭക്തി കൊണ്ടങ്ങ് ലയിച്ച് പരമാത്മ ലയിച്ച് മുന്നോട്ടങ്ങ് ഗമിച്ച് ഭക്തി വർദ്ധിച്ചാൽ പൂർവ്വകർമ്മങ്ങൾ, പണ്ട് എന്തൊക്കെയാ പറഞ്ഞു വെച്ചേക്കുന്ന പൂർവ്വം പണ്ടേ ഉള്ള കർമ്മങ്ങൾ യുക്തമല്ലെന്ന് വേദങ്ങൾ നിഷേധിച്ചും. അപ്പം മനസ്സിലാക്കണം, ഇത് ഭഗവാൻ ചെയ്ത ഈ രാസക്രീഡ പിന്നെ യാതൊരു കാരണവശാലും യുക്തമല്ലെന്ന് വേദങ്ങൾ നിഷേധിച്ചു. കാരണം ഭക്തിമാർഗം കൊണ്ട് ഈ വേദങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. പുരാണങ്ങളും വേദങ്ങളും എന്തൊക്കെ നമ്മൾ പഠിച്ചാലും ഭക്തി ഇല്ലെങ്കിൽ യാതൊന്നും ഇല്ലെന്ന് മനസ്സിലായി അത് നിഷേധിച്ച്. യുക്തമല്ലെന്ന് വേദങ്ങൾ നിഷേധിച്ചു. എന്തുകൊണ്ടാണ് യുക്തമല്ലാതായി? ഭക്തി യോഗം ഗമിച്ചത് കൊണ്ട്.
ഭക്തി വർദ്ധിച്ചതുകൊണ്ട്. ഈ പുരാണത്തിലൊന്നും ഒരു അർത്ഥമില്ല. പൂന്താനത്തിന് യാതൊരു ഏതോ ഒരു ആരുമായിട്ടും കണ്ട് ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട് എന്താ പറയുക, ഭക്തി വർദ്ധിച്ചുകൊണ്ട് ഈ പൂന്താനത്തിൻ്റെ ഭക്തിക്ക് അല്ലയോ മാഹാത്മ്യം കിട്ടിയത്. അത്ര വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ഗോപസ്ത്രീയുടെ ഭക്തിക്കാണ് ഭഗവാൻ വില കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ ഭക്തി യോഗം ഗമിച്ചാൽ വർദ്ധിച്ചാൽ പൂർവ്വകർമ്മങ്ങൾ ഈ വേദാന്ത വിധികളെല്ലാം അവിടെ നിഷേധിക്കും. യുക്തമല്ലെന്ന് വേദങ്ങൾ നിഷേധിക്കും. ഈ പുരാണം പഠിച്ചിടന്ന് ഒരു കാര്യമില്ല, അതൊന്നും അവിടെ അങ്ങ് വെച്ചേരെ, അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് പോലെ അതങ്ങ് പള്ളി അതൊരു പ്രത്യേക ഒരു പഴമൊഴിയാണല്ലോ. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വേദവും പുരാണമൊക്കെ അവിടെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞങ്ങൾക്ക് ഭക്തി മതി, ഭഗവാനോട് ചേരാൻ ഞങ്ങൾക്ക് ഭക്തി മതി, ഞങ്ങൾക്ക് പുരാണം ഒന്നും വേണ്ട. ഇതാണ് അതിൻ്റെ അർത്ഥം. ഭക്തിയോഗം ഗമിച്ചാൽ പൂർവ്വകർമ്മങ്ങൾ യുക്തമല്ല എന്ന് വേദങ്ങൾ നിഷേധിച്ചും എന്ന് ഭക്തവാത്സല്യം പരായണൻ ഈശ്വരൻ മുക്തി കൊടുക്കും എവ്വണ്ണമെന്നാകിലും. അപ്പോൾ ഭക്തി വർദ്ധിച്ചതുകൊണ്ട്, ഭക്തവാത്സല്യം കൊണ്ട് ഭഗവാൻ പരായണൻ ഈശ്വരൻ എന്ത് ചെയ്തു? മുക്തി കൊടുക്കും എവ്വണ്ണമെന്നാകിലും. എങ്ങനെ ആയാലും ഈ സ്ത്രീകൾ, അതല്ലേ കർത്താവ് യേശു തമ്പുരാൻ ഒരു സ്ത്രീ തെറ്റ് കാണിച്ചപ്പോൾ എല്ലാവരും കല്ലെറിയാൻ വന്നപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് അവിടെ നിന്നപ്പോൾ യേശു കർത്താവ് വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും കല്ലുണ്ട്. ഈ സ്ത്രീ എന്തോ ഒരു പന്ന സ്വഭാവത്തിന് എന്തോ പറയാ, എനിക്ക് ആ വാക്ക് പറയാൻ പറ്റുന്നില്ല. ആ വാക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും നിന്ന് എറിയാൻ നിന്നോട് പറഞ്ഞു, നിങ്ങൾ ആര് കുറ്റം ചെയ്യാത്തവരുണ്ടോ, തെറ്റ് ചെയ്യാത്തവരുണ്ടോ അവർ കല്ലെറിയാൻ പറഞ്ഞു. അവരെല്ലാം അവരുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കി, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കല്ല് താഴെ പോയി. അപ്പോൾ ആ സ്ത്രീ ആണെങ്കിലോ തെറ്റ് ചെയ്തവരാണ്, പക്ഷേ ആരാ തെറ്റ് ചെയ്യാത്തത് അവരെറിയാനാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കും എറിയാൻ പറ്റിയില്ല, എല്ലാവരും തെറ്റുണ്ട്. പക്ഷേ ഭഗവാൻ എന്നിട്ട് ആ സ്ത്രീയെ കളഞ്ഞു. അവർ തെറ്റുകാരിയായിട്ട് ആ ഭഗവാനോട് അവർ നന്നായില്ലേ ആ സ്ത്രീ? എന്താ ഭക്തിക്ക് വില? എന്ത് തെറ്റോ ചെയ്യട്ടെ, അവിടെ ഭക്തി ഉണ്ടോ, അതാണ്. അപ്പം ഭക്തവാത്സല്യമാണ് ഭഗവാന്. പരായണൻ ഈശ്വരൻ മുക്തി കൊടുക്കുക യൗവണ്ണമെന്ന. നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ഈശ്വരനിലേക്ക് ചേർന്നാൽ പിന്നെ ആ ഒരു തെറ്റിന് പോകത്തില്ല. നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്തവരാരുമില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭക്തി വർദ്ധിച്ചാൽ പിന്നെ നമ്മൾ ആ തെറ്റിന് പോകത്തില്ല. അപ്പോൾ ഭഗവാൻ അറിയാം തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കല്ലെറിഞ്ഞോളൂ, അപ്പോൾ ആർക്കും എറിയണ്ട. അപ്പോൾ ആ സ്ത്രീ മാത്രമല്ല കുറ്റക്കാരി, മറ്റുള്ള കുറ്റങ്ങളെ അവിടെ രഹസ്യമായിട്ട് ചെന്ന് ജനങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം അമയ്ക്ക് ആരും അറിയൂലെന്ന് കരുതി ഒളിച്ചു വെക്കും. നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന കുറ്റത്തെ എടുത്തു വെച്ച് കാട്ടും എല്ലാവരുടെ മുമ്പിൽ. അതാണ് എല്ലാവരുടെയും സ്വഭാവങ്ങൾ. എല്ലാവരുടെയും അല്ല, ഒരുപാട് ജനങ്ങളെന്ന് അങ്ങനെയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഭക്തവാത്സല്യ പരായണനാണ് ഈശ്വരൻ. ഭക്തന്മാർക്കോട് അത്രമാത്രം വാത്സല്യമുണ്ട് ഭഗവാന്. അതുകൊണ്ട് എങ്ങനെയായാലും അവർക്ക് മുക്തി കൊടുക്കും യൗവണ്ണമായാലും. കേവലം പാർക്കിൽ ജഗത്ത് ചിദംശകം. അതായത് ചിദംശകം എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനത്തിൻ്റെ ഭാഗം. അപ്പോൾ കേവലം ഓർക്കിൽ, പാർക്കിൽ വെച്ചാൽ കേവലം നിങ്ങൾ ഒന്ന് ഓർത്താൽ ഈ ജഗത്ത് ജ്ഞാനത്തിൻ്റെ ഭാഗം, ചിദംശകം കേവലം മായയാ ഭിന്നമായി വന്നതാണ്. ഇവിടെ ഈ ജഗത്ത്, ഈ ലോകം ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് എന്തായി വന്നു? ഇവിടെ ഭൂമിയിൽ പ്രപഞ്ചം മായ വന്നതുകൊണ്ട് അത് ഭിന്നമായി പോയി, രണ്ടെന്നുള്ളത് വന്ന്. അപ്പോൾ ഈ ജ്ഞാനം ഭാഗം വെച്ചു, ഒന്ന് അവിദ്യയെന്നും ഒന്ന് വിദ്യയെന്നും ആയിപ്പോയി. പ്രപഞ്ചം അങ്ങനെയാണ്. ഈ പ്രപഞ്ചം അവിദ്യയാണ്, എന്നാൽ അത് ഭഗവാനിൽ നിന്ന് വന്നതല്ലേ? ആണ്. അത് അന്യതാണോ? അല്ല, അത് ഇതിനകത്തുള്ളതാണല്ലോ, ഭഗവാനിൽ നിന്ന് വന്നതാണല്ലോ ഈ അവിദ്യ, ഈ പ്രപഞ്ചം. അപ്പോൾ ഇതെല്ലാം നമ്മളിൽ ഉള്ളതാണ്. ഇതെല്ലാം പ്രപഞ്ചത്തിൽ നമ്മളെല്ലാം അതിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമ്മളിലും ഉണ്ട്. അതിൽ നിന്ന് വിദ്യ കൊണ്ട് വേണം നേടാൻ. അപ്പോൾ ഇവിടെ കേവലം പാർക്കിൽ ഈ ലോകം, ഈ ജഗത്ത് ചിദംശകം ജ്ഞാനഭാഗം കേവലം മായയാ ഭിന്നമായി വന്നു. അതായത് ഒന്നെന്നുള്ളത് രണ്ടെന്നാ ഭിന്നമായി വന്ന്. കാരണം അവിദ്യയെന്നും വിദ്യയെന്നും വന്ന് വ്യക്തമായി തോന്നും പ്രപഞ്ചത്തിൽ നിന്നുടൻ മുക്തി സിദ്ധിപ്പാൻ ത്രിവിധ കർമ്മങ്ങളെ വ്യക്തമായി വേദം വിധിച്ചിരിക്കുന്നതു. അപ്പം ഇവർ വ്യക്തമായി തോന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നുടൻ മുക്തി സിദ്ധിപ്പാൻ ത്രിവിധ കർമ്മങ്ങളെ വ്യക്തമായി വേദം വിധിച്ചിരിക്കുന്നതു. അപ്പോൾ ഇതിനെല്ലാം വ്യക്തമായി ഓരോ വിധികർമ്മങ്ങളെല്ലാം വിധിച്ച് വച്ചിട്ടുണ്ട്. അത് എന്ത് വന്നാലും ഭക്തിയോടെ പുണ്യകർമ്മങ്ങളെ ചെയ്താൽ മുക്തി വരുമെന്ന് ചൊല്ലുന്നത് ഓർക്കില്ലോ. ഭക്തിയും മുക്തിയും സിദ്ധിപ്പതിനല്ലോ. യുക്തമല്ലാത്ത കർമ്മങ്ങൾ ചെയ്തിടിലും മുക്തിയാകും ഫലം സിദ്ധിക്കുമെങ്കിലോ പൂർവവിധി നിഷേധിച്ച കർമ്മങ്ങളാൽ നിർവ്വാണ സാധ്യമെന്നാൽ അത് ചെയ്തിടാം. അപ്പോൾ ഈ പൂർവവിധി
പണ്ടുള്ള വിധി നിഷേധിച്ച കർമ്മങ്ങളാൽ. അപ്പോൾ പണ്ടേ ഉള്ളതെല്ലാം ഇപ്പോഴത്തെ ഭക്തി കൊണ്ട് ഇതൊക്കെ നിഷേധിച്ച് അന്നുള്ള ഈ കർമ്മങ്ങൾ നമുക്ക് എന്ത് കർമ്മമാണ് ഇപ്പം അവർ ചെയ്തത്? സംഗമിച്ചു എന്നുള്ളതാണല്ലോ ഭഗവാൻ സംഗമം ഈ സ്ത്രീകൾ ചെയ്യുന്നതല്ല. അപ്പം അതെല്ലാം ഭക്തി കൊണ്ട് എന്തു വന്നു? ഈ കർമ്മം നിഷേധിച്ചു. ഈ കുട്ടികൾക്ക് അത്രത്തോളം ഭക്തി ഗമിച്ചു. അപ്പോൾ അവിടെ അത് എന്താ, ഈ പണ്ടുള്ള ഈ പൂർവ്വവിധികൾ എന്തൊക്കെയാണ് പണ്ടുള്ള കാര്യങ്ങളവിടെ പുരാണങ്ങളിൽ പറഞ്ഞത്? ഇത് തെറ്റാണ്, അത് ശരിയാണ്, ഇത് തെറ്റാണ്, ഈ തെറ്റെന്ന് ശരിയെന്നുള്ള ആ കർമ്മത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഭക്തി വർദ്ധിച്ചതുകൊണ്ട് ഭക്തിയോടെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ എന്താണ്, നമ്മളൊരു പുണ്യകർമ്മം ഭക്തിയോടെ ചെയ്താൽ യാതൊരു ഫലവും ഇല്ല. അപ്പം വ്യക്തമായി വേദം വിധിച്ചിരിക്കുന്നത് ഭക്തിയോടെ പുണ്യകർമ്മങ്ങളെ ചെയ്താൽ മുക്തി വരുമെന്ന് ചൊല്ലുന്നത് ഓർക്കില്ലോ. അങ്ങനെയാണെങ്കിൽ പുണ്യകർമ്മങ്ങൾ ഭക്തിയോടെ ചെയ്താലേ നമുക്ക് ഫലം കിട്ടൂ, മുക്തി വരൂ. മുക്തിക്കാണല്ലോ നമ്മൾ ഭക്തി കൊണ്ട് കർമ്മങ്ങൾ പുണ്യകർമ്മം ചെയ്യുന്നത്. എല്ലാവരും മോക്ഷത്തിന് വേണ്ടിയാണല്ലോ. അപ്പം എന്താ പറയുക, ഭക്തിയോടെ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മുക്തി വരുമെന്ന് ചൊല്ലുന്നത് ഓർത്താൽ ഭക്തിയും മുക്തിയും സിദ്ധിപ്പതിനല്ലോ. യുക്തമല്ലാതെ കർമ്മങ്ങൾ ചെയ്തിടിലും മുക്തിയാകും ഫലം സിദ്ധിക്കുമെങ്കിലോ. അപ്പോൾ യുക്തമല്ലാതെ കർമ്മങ്ങൾ ചെയ്താലും മുക്തിയാകും ഫലം സിദ്ധിക്കും. അപ്പോൾ എന്താ യുക്തമല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഈ സംഗമം തെറ്റാണ്, യുക്തമല്ല. എന്നാലും ഭക്തിയോടെ അത് ചെയ്താൽ മുക്തി ഫലം സിദ്ധിക്കും. എങ്കിലോ പൂർവ്വവിധി നിഷേധിച്ച കർമ്മങ്ങളാൽ, പണ്ടത്തെ കർമ്മങ്ങളെല്ലാം പൂർവ്വവിധിയാണ്. ഇങ്ങനെ ചെയ്തുകൂടാ, സംഗമം പാടില്ല, അന്യ പുരുഷൻ്റെ ഭാര്യമാരോട് സംഗമം പാടില്ല എന്നൊക്കെ പറഞ്ഞത് പണ്ടേ ഉള്ള വിധിയാണ്. ഇവിടെ എന്താണ് ഭഗവാനാണ് ചെയ്തത്? ചിന്മയാണ്, ചിന്മയരൂപനാണ് ചെയ്തത്, സാധാരണക്കാരനല്ല. അതുകൊണ്ട് ആ നിഷേധിച്ച കർമ്മങ്ങളാൽ നിർവ്വാണ സാധ്യം എന്നാൽ അത് ചെയ്തിടാം. അപ്പോൾ ഭക്തിയുണ്ടെങ്കിൽ പൂർവ്വവിധികളെല്ലാം നിഷേധിച്ചു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള തിരുത്തി കുറിച്ച് ഓപ്പോസിറ്റാക്കി. ഇപ്പം അതുകൊണ്ട് നിർവ്വാണ സാധ്യം എന്നാൽ അത് ചെയ്തിടാം. അപ്പം അതുകൊണ്ട് ഭക്തി കൊണ്ട് നമുക്ക് നിർവ്വാണം കിട്ടുമെങ്കിൽ, മോക്ഷം കിട്ടുമെങ്കിൽ അത് ചെയ്യാം. ഇവിടെ ഈ ഈ ഗോപസ്ത്രീകൾ ഭഗവാനോട് രമിച്ചതാണല്ലോ കുറ്റം. ഭഗവാൻ ചിന്മയാണ്, ഭഗവാന് കുറ്റമില്ല. പക്ഷേ സ്ത്രീകൾക്കത് കുറ്റമല്ലേ? എന്നാൽ ഇവിടെ ഭക്തി കൊണ്ട് ഈ പണ്ട് എന്താണ് വിധിച്ചിരിക്കുന്നത്, ഇത് ചെയ്തുകൂടാ, തെറ്റല്ലേ എന്ന് പറഞ്ഞതിനെ മാറ്റി തിരുത്തി കുറിച്ചു. എന്തെന്ന് വെച്ചാൽ ഭക്തി അങ്ങേറ്റം ഗമിച്ചത് കൊണ്ട് പൂർവ്വവിധിയെല്ലാം നിഷേധിച്ചു. ഈ കർമ്മങ്ങളെല്ലാം പണ്ട് ഇത് ചെയ്തുകൂടാന്ന് പറഞ്ഞ കർമ്മങ്ങളെല്ലാം ഓപ്പോസിറ്റായി നിഷേധിച്ച് കളഞ്ഞു. എന്താ കാരണം? നിർവ്വാണ സാധ്യം ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ഭഗവാനിൽ രമിച്ചാൽ നിർവ്വാണം മുക്തി അടയാം. ലയിക്കുക, അതായത് രമിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ചേരുക. എങ്ങനെ ചേരും? ഭക്തി കൊണ്ട്. അപ്പോഴെന്താണ്? അതുകൊണ്ട് നമുക്ക് നിർവ്വാണ സാധ്യം വരുമെങ്കിൽ അത് ചെയ്തിടാം, എന്തും ചെയ്തിടാം എന്നാണ്. അത് ഭക്തിയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്ത രീതിയിലല്ല. ഈ ഭക്തി കൊണ്ട് ഭഗവാനെ രമിക്കുന്നു എന്നുള്ളത്, അപ്പോഴാണ് മോക്ഷം കിട്ടുന്നത്. അങ്ങനെ നിർവ്വാണം അടയാമെങ്കിൽ പിന്നെ അത് ചെയ്തുകൂടെ എന്നാണ്. അപ്പോൾ അത് ശുദ്ധമായ രീതിയല്ലേ? അവിടെ ലയം കിട്ടുന്നത് എന്താണ്? പരമാത്മാവിൽ ചേരുക എന്നുള്ളതാണ്. അത് ഏത് വഴിയാലും അവിടെ ഭക്തിക്കാണ് മാഹാത്മ്യം. അതുകൊണ്ട് പണ്ടുള്ള വിധികളും ഈ പണ്ട് ചെയ്തുകൂടാ, ഇങ്ങനെയൊക്കെ ഇത് ദോഷമാണ്, ഇതെല്ലാം മാറ്റി കുറിച്ചു ഭക്തി വന്നതുകൊണ്ട്, ഭക്തി ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഇങ്ങനെ ഇവർക്ക് ആ മോക്ഷത്തിലേക്കുള്ള ആ നിർവ്വാണ സാധ്യം കൊടുക്കുന്നത്. അതായത് ഒരു ഉദാഹരണം കൂടെ പറയാം. യാഗകർമ്മത്തിൽ പശുവധം ചെയ്യുമെന്ന് ആഗമ പൂർവ്വവിധി ചൊന്ന് തള്ളി. അപ്പോഴെന്താ? യാഗകർമ്മങ്ങൾ പണ്ടൊക്കെ എനിക്കും ഇത് അറിയത്തില്ല. യാഗകർമ്മത്തിൽ അന്നൊക്കെ പശുക്കളെയൊക്കെ വധിച്ച് കുരുതി എന്തെങ്കിലും ആയിരിക്കും. യാഗം ചെയ്യുമ്പം എന്താ അശ്വയാഗമെന്നോ പശുയാഗമെന്നോ കേട്ടിട്ടുണ്ടെന്നല്ലോ ഈ ഭാഗത്ത് വായിച്ചേ എനിക്കറിയുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ പണ്ടുള്ള കാലത്ത് യാഗം ചെയ്യുമ്പം ഒരു ബലി ഈ പശുക്കളെയോ ഒക്കെ ബലി അർപ്പിക്കും, വധിക്കും. അതുകൊണ്ട് അന്നത്തെ കാര്യം ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ടോ? യാഗകർമ്മത്തിൽ പശുവധം ചെയ്യുമെന്ന് ആഗമ പൂർവ്വവിധി ചൊന്നത് തള്ളി. പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഇപ്പം പോയി, ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നുണ്ടോ? അപ്പോൾ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും കൂടെ അങ്ങനെ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ കണക്ക് തന്നെയാണ് പണ്ടത്തെ ഈ സംഗമം ഭഗവാനായിട്ടുള്ള രമിക്കുന്നത്
ദോഷമല്ലേ, അത് കണ്ട് എല്ലാവരും ചെയ്യത്തില്ല വെച്ചാൽ സാധാരണക്കാർക്കല്ലേ അത് ചെയ്യാൻ അതറിയാതുള്ളൂ. മഹാത്മാക്കൾക്ക് അറിയാമല്ലോ പരമാത്മാവിനോട് രമിക്കുന്നത് ഈശ്വരൻ ഏകനാണെന്നും അത് സംഗമം മനസ്സിലില്ലാന്നും ഭഗവാൻ എന്താ ഏത് കർമ്മമായാലും ദോഷവും ഗുണമായാലും അത് ശുദ്ധീകരിക്കുന്ന യോഗാഗ്നി കൊണ്ട് ശുദ്ധീകരണമുള്ള ഈശ്വരന്മാരാണ് ത്രിമൂർത്തികൾ അങ്ങനെയുള്ളവരാണെന്നൊക്കെ യഥാർത്ഥ ജ്ഞാനികൾക്കല്ലേ അറിയാം, അല്ലാത്ത അജ്ഞന്മാർക്ക് അറിയില്ലല്ലോ. അജ്ഞന്മാരെ കൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതിന് ഉദാഹരണം ഇതാണ്. യാഗകർമ്മത്തിൽ പശുവധം ചെയ്യുന്ന ആഗമപൂർവ്വ വിധി ചൊന്നതെല്ലാം മാറ്റി തള്ളി ഇന്നൊന്നും ആരും ചെയ്യുന്നില്ല. കൽമഷനാശം വരും തപസാ എന്ന്. അപ്പം എന്ത് മാറ്റിട്ട് എന്ത് ചെയ്തു? കൽമഷനാശം, പാപം നശിപ്പിക്കാൻ എന്ത് വേണം? തപസ് ചെയ്യണമെന്ന്. അപ്പം പശുക്കളെ യാഗത്തിന് പശുവധം ചെയ്യണ്ട, ഈ പാപം മാറാനൊക്കെ ആണല്ലോ, ഈ മോക്ഷത്തിന് വേണ്ടിയാണല്ലോ യാഗം ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് നമ്മളെന്ന് ഒക്കെ തലമുറയ്ക്ക് മുമ്പൊക്കെ ചെയ്യുമ്പോൾ ഈ പശുക്കളെ വധം ചെയ്യുമെന്ന് പറയുന്നത് കേട്ടു. ഇങ്ങനെ വായിച്ച് ഞാൻ കേട്ടേ ഉള്ളൂ, എനിക്കറിയില്ല. അപ്പോൾ അതെല്ലാം അന്നത്തെ കാരണങ്ങളെല്ലാം തള്ളി. എന്താ വെച്ചാൽ അറിവുള്ള ജ്ഞാനികൾ വന്നപ്പോൾ ഈശ്വരൻ പരമാത്മാവ് പിതാവാണ്. തന്ത എല്ലാ പ്രാണിക്ക് ഈശ്വരനല്ലോ, തൻ തനൂജന്മാരി പ്രാണിയല്ല. ഹന്ത തനൂജനെ തന്ത തിന്നിടുമോ, എന്തൊരു മോഹമൻ ജ്ഞാനപ്പെണ്ണെ. അപ്പോൾ പിതാവായ ദൈവം പശു സ്വന്തം മക്കളല്ലേ. അപ്പോൾ തന്ത എല്ലാ പ്രാണിക്കും ഈശ്വരനാണല്ലോ, പിതാവാണല്ലോ. അപ്പോൾ ഈശ്വരൻ എല്ലാവർക്കും പിതാവാണെങ്കിൽ എങ്ങനെ ഈ പശുവിനെ യാഗം കഴിച്ച് ഭഗവാൻ കഴിക്കുമോ? ഈശ്വരൻ തിന്നുമോ? ഇത് അറിവില്ലായ്മ കൊണ്ട് പണ്ട് ആരോ ചെയ്തു വെച്ചു, അതിനെ മാറ്റി കുറിച്ചു. ഇപ്പം അതിനു വേണ്ടി പശുവിനെ വധം ചെയ്യാതെ എന്ത് വന്നു? കൽമഷനാശം വരാൻ. കൽമഷം പാപം, നമ്മുടെ പാപങ്ങൾ മാറാൻ തപസ എന്ന്. ധ്യാനം, തപസ്, ജപം, ഭക്തി, പ്രാർത്ഥന, ആരാധന. തപസ എന്ന് നിർമ്മല ജ്ഞാനാഗ്നി കൊണ്ട് കർമ്മങ്ങൾ. അപ്പം നിർമ്മലമാകുന്ന ജ്ഞാനാഗ്നി കൊണ്ട് നമുക്ക് പാപങ്ങളെല്ലാം മാറും. എന്താണ് നിർമ്മല ജ്ഞാനം? ഭഗവാനെ ആരാധിച്ച് ഹൃദയശുദ്ധി ഉണ്ടാകുന്നു. തപസ്സും ധ്യാനം കൊണ്ടും ജപം കൊണ്ടും പൂജ കൊണ്ടും എല്ലാം ഈശ്വരാരാധന കൊണ്ട് നാക്കുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചും ഇപ്പം നമ്മുടെ ഉള്ളിലെ കൽമഷമെല്ലാം ഇറങ്ങിപ്പോകും. പശുവിനെ വധം ചെയ്യണോ? പശുവിനെ വധം ചെയ്യാൻ ഭഗവാൻ ഈശ്വരൻ തിന്നു. തന്ത എല്ലാ പ്രാണിക്കും തന്തയല്ലേ ഈശ്വരൻ. എന്തോ അറിവില്ലായ്മ ചെയ്ത് വെച്ചതല്ലേ, പണ്ടൊക്കെ ആരോ എഴുതി വെച്ചതല്ലേ. അതുകൊണ്ട് ഇന്ന് കുരുതിയുണ്ടോ എവിടെയെങ്കിലും? അജ്ഞാനികൾ അവിടെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ആട്ടിനെയും അതിനെയൊക്കെ കോഴിയൊക്കെ അറുക്കുന്ന കേൾക്കുന്നു. അറിവില്ലായ്മ കൊണ്ടല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പണ്ടൊക്കെ ഉള്ള യാഗത്തിൻ്റെ ഈ പശുവധവും എന്തോ അശ്വമേധവും ഒക്കെ, അശ്വമേധം എന്താ എനിക്ക് അറിഞ്ഞുകൂടാ, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. പശുക്കളെ യാഗത്തിന് വധിക്കുന്നത് എല്ലാം മാറിയിട്ട് എൻ്റെ അറിവിലെങ്കിലും നമ്മൾ എല്ലാവരും ഇപ്പം എന്താ ധ്യാനം ജപങ്ങളൊക്കെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ദോഷം മാറാൻ, കൽമഷം മാറാൻ, പാപം മാറാൻ. അപ്പോൾ എന്ത് വേണം? പശുവിനെ കൊല്ലുന്നതിന് പകരം ധ്യാനം കൊണ്ടെല്ലാം മാറും. ജ്ഞാനാഗ്നി കൊണ്ട് നമ്മൾ നിർമ്മലന്മാരായി എല്ലാ പാപവും അകലും, കൽമഷം എല്ലാം അകന്നു പോകും. അതുകൊണ്ട് അതാണ് ഇതിന് ഉദാഹരണം വെച്ചേക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ന്യായവിധി എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടോ? അതുകൊണ്ട് ഭഗവാൻ ഈ സ്ത്രീകളോട് സംഗമം ചെയ്തുകൊണ്ട് എന്താ തെറ്റെന്ന് വെച്ചാൽ അവരെ ജ്ഞാനാഗ്നിയാണ്. ഇത് ഭഗവാൻ ലയിക്കുക എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ ചേരുന്ന ഒരു ഭക്തി കൊണ്ടുള്ള സംഗമം വന്നതല്ല. മനസ്സ് ഈ ശരീരത്തിലെങ്ങും പോയിട്ടില്ല. അവരെല്ലാം പരമാത്മാവിൽ ലയിക്കുന്ന ജ്ഞാനികളായിട്ടാണ്. അഹങ്കാരം ഉള്ള സമയത്ത് ഈശ്വരൻ മറഞ്ഞു നിന്നു. പിന്നെ അവർ സത്യമായ ദൈവത്തെ അറിയുന്നത് പോലെ അവരുടെ ഉള്ളം പരാശക്തിയായി മാറിക്കഴിയുന്നു. അത് ജ്ഞാനം കൊണ്ട് അവർ അത്രയും സമയം കൊണ്ട് ഭഗവാനെ ഞങ്ങൾ മരിച്ചു പോകും ഭഗവാൻ വന്നേ പറ്റിയുള്ള ഇത് ധ്യാനവും നിലവിളിയും വന്നപ്പോഴാണ്, ഹൃദയശുദ്ധം വന്നപ്പോഴാണ് അവർ ഇങ്ങനെ ഭഗവാനോട് ചേർന്ന് ലയിച്ചത്. അപ്പോൾ ഭഗവാൻ അവർക്ക് വേണ്ടി ഒത്തുനിന്നു. ഭഗവാൻ എന്ത് ചെയ്താലും അത് ഭഗവാന്റെ യോഗാഗ്നി കൊണ്ട് ശുദ്ധമായി തീരും. ദോഷവും ഗുണമൊന്നും ഭഗവാനില്ല. ചിന്മയ രൂപികളാണ് ത്രിമൂർത്തികൾ. അവർ എല്ലാം എന്ത് ഗുണം ദോഷം ചെയ്താലൊന്നും യാതൊരു എന്താ പറയുക പൂർവ്വ തെളിയുന്നില്ല. കർമ്മസാക്ഷി ജഗദീശ്വരനായ കർമ്മങ്ങൾ സംബന്ധമില്ല. ഈ ത്രിമൂർത്തികളൊന്നും ഇതൊന്നും സംബന്ധമില്ല, ചേർച്ചയില്ല. അതാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് മനസ്സിലായി. എനിക്ക് പറയുന്നതിൽ ചിലപ്പം വാക്കുകൾ തെറ്റിപ്പോണെങ്കിലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പറഞ്ഞുതരും പശു എന്നുള്ളപ്പോൾ ആടായി പോവും, അങ്ങനെയൊക്കെ വന്നു പോവും. അതുകൊണ്ട് ഇങ്ങനെ ഈ പൂർവ്വവിധി പണ്ടേ ഉള്ള ഈ പശുവിൻ്റെ വധം അത് നിഷേധിച്ചു. ആ കർമ്മം ഇല്ലാതാക്കി തള്ളിക്കളഞ്ഞു. കാരണം നിർവ്വാണ സാധ്യം എന്തുകൊണ്ട് വരും? തപസ് കൊണ്ട് കിട്ടും. എന്ത് പോകും?
കൽമഷമെല്ലാം പോകും. കൽമഷത്തിനെല്ലാം നാശം ചെയ്യും. തപസ്സിൻ്റെ ജ്ഞാനാഗ്നി, അതായത് യോഗാഗ്നി കൊണ്ട് ഈ ദോഷകർമ്മങ്ങളെല്ലാം ചാമ്പലാക്കി കളയും. അതുകൊണ്ട് തപസ്സ എന്ന് നിർമ്മല ജ്ഞാനാഗ്നി കൊണ്ട്, നിർമ്മലമായിരിക്കുന്ന ഹൃദയത്തോടുകൂടി അറിവാകുന്ന ജ്ഞാനം, ആ അറിവ് ഈശ്വരനാണ്. ആ അറിവ് നേടുമ്പോൾ ഉള്ളിലെ കൽമഷങ്ങളെല്ലാം കഴുകി ഇറങ്ങി പോകും. അതാണ് അങ്ങനത്തെ അഗ്നിയാണ് ജ്ഞാനം. അതുകൊണ്ട് കർമ്മങ്ങളും ഉന്മൂലനാശം ഭവിച്ചു. നമ്മളെല്ലാവരും, നമുക്ക് എത്ര നിങ്ങൾ പാപം ഉണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് ഹൃദയശുദ്ധി വന്നാൽ ഈ പാപമെല്ലാം പോയിട്ട് ഉന്മൂലനാശം സംഭവിച്ച് പരബ്രഹ്മ ചിന്മയം ചേരുമെന്നുള്ള പരശ്രുതിയ. അപ്പം പരശ്രുതി ഇങ്ങനെ അങ്ങ് പരന്നു. യാഗം കഴിക്കുമ്പോൾ കുരുതിയും വേണ്ട, പശുവധവും വേണ്ട, കോഴി അറുക്കണ്ട, ആടിനെ അറുക്കണ്ട. എന്താ വേണ്ടേ? ജ്ഞാനാഗ്നി കൊണ്ട് സർവ്വദോഷങ്ങളും മാറും. കൽമഷം ഉന്മൂലനാശം ചെയ്യും. കൽമഷം വെച്ചാൽ പാപം. നമ്മൾ എന്ത് പാപം ചെയ്താലും അതിനെല്ലാം ഉന്മൂലനാശം വേരോടെ എടുത്ത് കളയുന്ന ഒരു യാഗമാണ് ആരാധന. സ്തോത്രയാഗങ്ങൾ, ധ്യാനം, ജപം, അതായത് തപസ്, ഇതൊക്കെയാണ്. പശുവിനെ വധം ചെയ്യണ്ട. അപ്പോൾ അന്നുള്ള കർമ്മത്തിൻ്റെ ഇതെല്ലാം ജ്ഞാനമുള്ള അറിവുള്ള മഹാത്മാക്കൾ വന്നപ്പോൾ ഇതെല്ലാം തിരുത്തി കുറിച്ചു. അതിനു മുമ്പായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഉന്മൂലനാശം ഭവിച്ചു പരബ്രഹ്മചിന്മയം ചേരുമെന്നുള്ള പരശ്രുതിയ. അങ്ങനെ കൽമഷങ്ങളെല്ലാം നശിക്കുമ്പോൾ എന്ത് വരും? പരബ്രഹ്മത്തിൽ നമുക്ക് ചേരാം. ചിന്മയം, പരബ്രഹ്മ ചിന്മയം ചേരും. ആരാ? നമ്മൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ്? തപസ് കൊണ്ട്, ധ്യാനം കൊണ്ട്, ആരാധന കൊണ്ട്. അപ്പോൾ നമുക്കുള്ള ദോഷങ്ങളെല്ലാം മാറി പരബ്രഹ്മത്തിൽ ലയിക്കാം. അങ്ങനെയുള്ള പരശ്രുതി അത് പരന്നു, എല്ലായിടവും പരന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആരാധനയും പ്രാർത്ഥനയും ജപവും തപസ്സുമായി മാറി. മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യുന്നത്, ഇതൊക്കെയാണ് വേണ്ട. അതൊക്കെയാണ്. അല്ലാതെ പശുവിനെ കൊന്നാൽ പാപം കൂടിക്കൂടി വരത്തുള്ളൂ ജനങ്ങൾ അറിയുന്നില്ല. അന്നൊന്നും അറിഞ്ഞുകൂടാ. അതായത് അന്ന് മഹാത്മാക്കളൊക്കെ ഇത് വന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോഴാണ് അത് എല്ലാവരും അറിഞ്ഞില്ല. കുറച്ച് അതല്ലേ ഇന്ന് വാതോരാതെ അലയ്ക്കുന്ന സീമാജിയൊക്കെ. ഒന്നിനെയും കൊല്ലരുത് തിന്നരുതെന്ന് പറഞ്ഞാലൊന്നും ആരും കേൾക്കുന്നില്ല. തിന്ന് പഠിച്ചവർ തിന്നല്ലേ പറ്റൂ. അവരനുഭവിക്കട്ടെ. അവരുടെ കൽമഷം കൂടി വരട്ടെ. പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റൂ. അവർ തോരാതെ നടന്ന് കൂവി വിളിക്കുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാം? നമ്മുടെ ഭഗവാൻ നാരായണ ഗുരുദേവൻ എത്രമാത്രം പറയുന്നു, ഒന്നിനെയും തിന്നുന്നതാണ് ഏറ്റവും പാപം. കൊല്ലുന്നത് പാപം, പക്ഷെ തിന്നുന്നത് അതിനേക്കാൾ പാപം. തിന്നുന്നതുകൊണ്ടല്ലേ കൊല്ലുന്നത്. അതുകൊണ്ട് കൊല്ലുന്നതിനേക്കാൾ പാപം തിന്നുന്നതാണ്. അതാണ് ഗുരുദേവൻ പഠിപ്പിച്ചത്. എന്നിട്ട് ഈഴവർ മൊത്തവും അതും തിന്ന് കള്ള് കുടിക്കരുത്, വേണ്ടാത്ത കൃത്യങ്ങൾ മൊത്തം ചെയ്തിട്ട് ഗുരുദേവനെ നിന്ദിക്കുന്നു. നിന്ദയെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഗുരുദേവൻ പറഞ്ഞാൽ അല്ല അനുസരിക്കുന്നത്. പിന്നെ എങ്ങനെ ഈഴവർ നന്നാവുന്നത്? ഗുരുദേവൻ ഈഴവർക്ക് വേണ്ടി വന്നൊന്ന് ഈഴവർ വാതോരാതെ പറയും. ഗുരുദേവൻ ഞങ്ങളുടെ ദൈവമാണ്. എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ചത്. ഗുരുദേവൻ ഞങ്ങളുടെ ദൈവമാണെങ്കിൽ ഗുരുദേവനൊത്ത് നിൽക്കാത്ത എന്താ? ഗുരുദേവൻ പറഞ്ഞത് എന്താ കേൾക്കാത്തത്? ഭഗവാൻ ഗുരുദേവൻ ഈശ്വരന് തുല്യമല്ലേ, ഗുരുവല്ലേ? ഒന്നിനെയും ഉപദ്രവിക്കുന്നത് പറഞ്ഞാൽ കൊന്ന് തിന്നുന്നത് എന്തിനാ? ആര് കൊന്നാലും തിന്നുമ്പം പാപമല്ലേ? അത് കേൾക്കത്തില്ല. വെള്ളം അടിക്കരുത്, കള്ള് കുടിക്കാറുണ്ട്. അവർ ഏത് വീട്ടിലുണ്ട് കള്ളു കുടിക്കാത്തവർ? അപ്പോൾ എന്താ? എന്നിട്ട് ഗുരുദേവൻ അവരുടെ ദൈവം വന്നാൽ പറയാൻ അപ്പോൾ ഒരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ അങ്ങനെ പറയാൻ? എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഗുരുദേവനെ നിന്ദിക്കുന്ന ഇഷ്ടമല്ല. ഒരുപാട് പേരുന്ന് ഇതും വെച്ചുകൊണ്ട് ഗുരുദേവനെ നിന്ദിക്കുക. ഗുരുദേവൻ എന്ത് തെറ്റാ ചെയ്തത്? ഗുരുദേവനെ ആര് നിന്ദിച്ചാലും ഗുരുദേവൻ ഒന്നുമില്ല. കാരണം അത് യോഗാഗ്നി കൊണ്ട് സർവ്വം ചാമ്പലായി പോയ ഒരാളാണ്. ആരെന്ത് പറഞ്ഞാൽ അവിടെ നിന്ന് ഏക്കിയല്ല. പക്ഷേ ഈ നമ്മൾ മുഖാന്തരം, ഈഴവർ മുഖാന്തരം ഗുരുദേവനെ നിന്ദിക്കുന്നതാണ് കഷ്ടം. എന്താ കാരണം? നമ്മൾ ഇന്നില്ലാതെ ഗുരുദേവ മന്ദിരമൊക്കെ വെച്ചു, അവിടെ ആളാവും. എല്ലാവരും ഞാൻ വരുത്. ആരെങ്കിലും ഗുരുദേവൻ്റെ ആദർശം നന്നായി സ്വീകരിച്ചിട്ടാണോ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? ഈ ശവക്കറിയും ഇത് ഞാൻ കടമെടുത്തതാണേ. ഈ ശവക്കറി നമ്മുടെ ഗുരുദേവൻ പറഞ്ഞ ആ വാക്ക് ആര് കടമെടുത്ത്? തസ്മേ ഗുരുജി. അതിൽ നിന്നിപ്പോൾ ഞാനിങ്ങോട്ട് വായ്പ എടുത്തതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് എന്താ? മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കരുത്. ഇതെല്ലാം കഴിച്ചിട്ട് ഗുരുദേവൻ്റെ അവിടെ ചെന്ന് വിളക്കം കത്തി ഗുരുദേവ മതത്തിൽ ഗുരുദേവനെ അങ്ങ് പ്രാർത്ഥിക്കുക. ഗുരുദേവ പ്രാർത്ഥനയാണ്. ഗുരുദേവനോട് എന്താ വെച്ചാൽ ഈശ്വരൻ ബ്രഹ്മം പരബ്രഹ്മം ലോകം നിറയ്ക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ഗുരുദേവനൊന്നും ചിന്തിക്കാതെ ഗുരുദേവനാണ് ദൈവം എന്ന് കരുതി അങ്ങ് അറിവില്ലായ്മ വെച്ചങ്ങ് കാട്ടുക. എന്തർത്ഥമാണ് അതിനകത്തുള്ളത്? ഗുരുദേവൻ പറഞ്ഞു പരബ്രഹ്മമാണെന്ന്, ലോകം നിറഞ്ഞ ചൈതന്യമാണെന്ന്. പക്ഷേ ഗുരുദേവൻ ആ ചൈതന്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ബ്രഹ്മം ഇല്ലാതിരിക്കൂ? ലോകപിതാവായ ഈശ്വരൻ ഓങ്കാര പൊരുള് ലോകത്തില്ലേ? അത് ആ പൊരുള് പരമാത്മാവായ
നാഥൻ നമ്മളിലുണ്ട്, ഗുരുദേവനിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് ആ പരബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ ചിന്തിച്ചാൽ അത് തെറ്റല്ലേ? അപ്പം പിന്നെ എന്നാൽ പിന്നെ ഈ പരബ്രഹ്മം വേണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടായാലും ഗുരുദേവനെ നിന്ദിക്കുക. ഗുരുദേവൻ നമുക്ക് എന്താ കാട്ടിത്തന്നത്? പരമശിവന്റെയും എല്ലാ നാമങ്ങളും ആടുപാമ്പെ പോലും തേടുപാമ്പെ നമ്മൾ തന്നെ ഇരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കണ്ടുകൊള്ളണം. അപ്പം ആരാ ഈശ്വരൻ? നമ്മൾ തന്നെയാണ്. അല്ല ഗുരുദേവനല്ല ഗുരുദേവൻ പറഞ്ഞു, ഗുരുദേവനിലുണ്ട്. അതുപോലെ നമ്മളും ആകാനാണ് ഗുരുദേവൻ പറഞ്ഞേക്കുന്നത്. അത് ചെയ്യാതെ ഗുരുദേവനാണ് ദൈവം, നമ്മളാരും ദൈവമല്ല, നമുക്കിതൊന്നും വേണ്ട. ഗുരുദേവൻ ഇനി എന്തിനാ ഗുരുദേവൻ ചെല്ലേണ്ടത് ചെന്ന് കഴിഞ്ഞു, ഗുരുദേവന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഗുരുദേവന് എന്തെങ്കിലും കാരണം വേണോ പ്രാർത്ഥന? നമുക്ക് ഗുരുവായിട്ടിരുന്നാൽ പോരെ, വഴികാട്ടിയില്ലയോ? നമ്മൾ ആ രീതി എടുക്കാനായി ഗുരുദേവൻ എന്തായി തീർന്നു, അത് നമ്മളാകാനാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഗുരുദേവനെ പ്രാർത്ഥിച്ച് ഗുരുദേവൻ നന്നാവേണ്ട, ഗുരുദേവൻ നന്നായിട്ടാണ് പോയേക്കുന്നത്. ഇനി ഗുരുദേവൻ ഒരു നന്നാക്കവും വേണ്ട. ഈശ്വരൻ കൈവല്യം പ്രാപിച്ച ഗുരുദേവനെ ഇനി നമ്മൾ നന്നാക്കിയിട്ട് വേണോ ഇനി നന്നാവാൻ? നമ്മൾ നന്നാവണം. നമ്മൾ നന്നാവാനാ ഭഗവാൻ കൃതികളും ഒക്കെ കാര്യങ്ങൾ തന്നേക്കുന്നത്. കള്ളു കുടിക്കാതെയും വേണ്ടെന്നൊക്കെ പഠിപ്പിച്ച് തന്നേക്കുന്നത് എന്താ? നമ്മൾ നന്നാവാനാ. എന്നിട്ട് നന്നാവാതാണ്ട് ഗുരുദേവനെ നന്നാക്കുക വീണ്ടും നമ്മൾ നന്നാക്കിയാൽ ഗുരുദേവൻ നന്നാവുമോ? ആദ്യം നമ്മൾ വേണ്ടേ മുമ്പേ നന്നാവാൻ? നമ്മൾ നന്നാവാത്തത്തോളം കാലം എങ്ങനെ ഗുരുദേവൻ നമുക്ക് നന്നാക്കാൻ പറ്റും? അതുകൊണ്ട് ഗുരുദേവൻ യഥാർത്ഥ പരബ്രഹ്മമായി മാറിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ ആരും നന്നാക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക, അതാണ് നല്ലത്. അത് ചെയ്യാതെ ഗുരുദേവ മതത്തിൽ പോയത് ഗുരുദേവനെ അങ്ങ് പ്രാർത്ഥിക്കുക. നമുക്കൊന്നും നന്നാവണ്ട, ഗുരുദേവനെ ഇനി നന്നായിക്കോ. അതാണ് ഇവരിലൊക്കെ ആശയങ്ങൾ. എത്രമാത്രം ആ പ്രാർത്ഥന മുമ്പോട്ട് പോകും. നശിച്ചില്ലേ എല്ലാം, വെറുതെ അവിടെ ആളാവുകയാണല്ലോ ചെന്ന്. ഞാൻ അവിടുത്തെ കാരണം എന്തോ പ്രധാനി, മെമ്പർ, പ്രധാനമന്ത്രി അല്ലെ ഉപമന്ത്രി, ഇങ്ങനെ അതിനു വേണ്ടി മത്സരങ്ങളാണ്. ഇതാണോ ഗുരുദേവൻ പറഞ്ഞേക്കുന്നത്? അതുകൊണ്ട് ചിന്മയം ചേരുമെന്നുള്ള പരശ്രുതിയ. അപ്പോൾ കൽമഷം മാറാൻ നമുക്ക് എന്താ വേണ്ടേ? ആരാധന, തപസ്. അല്ലാതെ പശുവിനെ വധം ചെയ്യോ ആട്ടിനെ വധം ചെയ്യോ കോഴി ഇറക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടേ. മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യുന്നു, അത് വേദവിധി ചെന്നതൊക്കെ നിഷേധിച്ച്. അപ്പോൾ ഈ പണ്ടുള്ള വിധികളെല്ലാം നിഷേധിച്ച് പണ്ട് ചെയ്തൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി. അതാണ് ഗുരുദേവൻ എന്ന് നമുക്കൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഗുരുദേവൻ്റെ ആദർശമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ കൃതികളൊക്കെ എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്, വായിക്കുന്നു. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഗുരുദേവനോട് അത്രത്തോളം പ്രത്യക്ഷപ്പെടുത്തിയ അമ്മയ്ക്ക് പ്രത്യക്ഷമായതാണ്. ഒരു രോഗത്തിന് പോലും പ്രത്യക്ഷമായെന്ന് ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അതനുസരിക്കുന്നു. ഗുരുദേവ അതായത് അമ്മ ഗുരുവിൻ്റെ പ്രാർത്ഥനകളൊക്കെ പ്രാവശ്യ ഇരിക്കുന്നൊരു കാലത്താണ് എൻ്റെ അച്ഛൻ വരുന്നത്. അത്രമാത്രം കുടുംബത്ത് ഭക്തിയും ഈ യോഗീശ്വരനൊക്കെ അനുഗ്രഹമുള്ള കാലം. അപ്പോഴാണ് ഒരു സന്യാസി വന്നത് അച്ഛൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് തസ്മൈ ഗുരുജിയും പറഞ്ഞ് ഞാൻ കേട്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് മാതാപിതാ വഴി ഭക്തിപരമായ സന്യാസിമാരുണ്ടായിരുന്നു. അങ്ങനെ സന്യാസിമാരെ ഇടയ്ക്ക് ഒരു കുട്ടിയെ ഈ തസ്മൈ ഗുരുജി അങ്ങനെ വന്ന, അതാണ് സ്വന്തമായി അദ്ദേഹം ഇതൊക്കെ പഠിക്കാനിടയായത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്ത് സന്യാസിമാർ യോഗിവര്യന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ തലമുറയിൽ ഇനിയെങ്കിലും മുന്നോട്ട് കൊണ്ട് വരുമ്പോൾ ജ്ഞാനികളുണ്ടെങ്കിൽ നല്ല നല്ല മക്കൾ, അറിവുള്ള മക്കൾ ജനിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷ ചെയ്യുന്നു. വേദവിധി ചൊന്നതൊക്കെ നിഷേധിച്ചു, സത്യധർമ്മത്തെയും ഭക്തിയും മുക്തിയും സിദ്ധിക്കുമെന്ന്. അപ്പം നമുക്ക് പണ്ടത്തെ വേദവിധിയൊക്കെ തള്ളി നിഷേധിച്ചു, വേണ്ടാന്ന് കളഞ്ഞു. പശുവധമൊന്നും വേണ്ട, അങ്ങനെയുള്ള യാഗം വേണ്ട. സത്യധർമ്മത്തെയും ഭക്തിയും മുക്തിയും കൊണ്ട് സിദ്ധിക്കും. എന്താണ്? പ്രഹ്ലാദ രാമാദികൾ അനുഭവങ്ങൾ. പ്രഹ്ലാദന് എന്താണ് പ്രഹ്ലാദന ചരിത്രം? ഹിരണ്യായ നമാന്ന് പ്രാർത്ഥിക്കാൻ പിതാവ് പറയുമ്പോൾ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് പ്രാർത്ഥനയല്ലേ? പ്രഹ്ലാദൻ എന്തായി മാറി? ഇതാണ് സംഭവം. അപ്പം നമുക്ക് മനസ്സിലാക്കണം, പ്രാർത്ഥനയെപ്പോലെ ധ്യാനത്തെ പോലെ, അതായത് തപസ്സും പ്രാർത്ഥനയും ആരാധന, ഭഗവാന് മനമലരാകുന്ന പുഷ്പം, നമ്മുടെ ഹൃദയശുദ്ധിയാകുന്ന ആ പുഷ്പം, മനമലർ, ഹൃദയമാകുന്ന മലര് പുഷ്പം, അതാണ് ഭഗവാൻ പൂജിക്കേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ വാഴ്ത്തുക, പുകഴ്ത്തുക, സർവ്വ ഗുരുക്കന്മാരെയും ഏകമായി കാണുക. ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമികളായാലും യേശുദമ്പരാനായാലും ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചം പിടിച്ച പരബ്രഹ്മമൂർത്തികളാണ്. അവിടുന്ന് വന്നതാണ് നമുക്ക് വഴികാട്ടിത്തരാൻ, നമ്മളെ നന്നാക്കാൻ. ഇനി നമ്മൾ അവരെ നന്നാക്കണ്ട, അവരുടെ വഴി നമ്മൾ പഠിച്ച് നമ്മളത് നന്നായാൽ മതി. അതിന് നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്കിത്രേ പറയാനുള്ളൂ. അങ്ങനെ നന്നായാൽ നമുക്ക് കൊള്ളാം. ഇന്നിപ്പോൾ ഇതെല്ലാം വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ച പക്ഷെ നടന്നില്ല, സമയം പോയതുകൊണ്ട്. അപ്പം പ്രഹ്ലാദ രാമാദികൾ മറ്റും പല ദേവ മാനുഷ രാക്ഷസ
ഒരു ഉറ്റ ഭക്തിയാ പൂർവ്വപക്ഷമൊക്കെ അങ്ങ് നിഷേധിച്ച് സത്യം അപരശ്രുതി പ്രമാണമത് എത്ര ഉത്തമമെന്ന വേദോക്തിയെ ചിത്തത്തിൽ നന്നായി ഉറച്ചു ജഗത്തിങ്കിൽ അത്തൽ കളഞ്ഞവർ മുക്തി സാധിച്ചു. സർവകർമ്മങ്ങൾ ഉപേക്ഷിച്ച് സന്യസിച്ച് ഉറുവിൽ വാടുന്നു സജ്ജനം ഇപ്പോഴും. അങ്ങനെ സജ്ജനങ്ങളെല്ലാം ഇന്നും ഭൂമിയിൽ പണ്ടത്തെ കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് നിഷേധിച്ചിട്ട് ഭക്തി തപസ് കൊണ്ടും ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഭക്തിപരമായി തന്നെ ഇന്നും സജ്ജനങ്ങൾ മുക്തി സിദ്ധിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഇതിൻ്റെ യഥാർത്ഥമായ ഇത് നമ്മൾ നന്നായി നാളെ ഞാനിതിൻ്റെ ബാക്കി ഉണ്ട്, അത് ഒന്നുകൂടെ പറഞ്ഞു തരാം. എല്ലാവർക്കും നമസ്കാരം. സംസാരം കൊണ്ട് ഒരുപാട് സമയം പോയി, എന്നാലും ഇത് അറിയണമല്ലോ മക്കൾ. എൻ്റെ ഭഗവാനെ എനിക്ക് എനിക്ക് ഗുരുദേവൻ എനിക്ക് എത്ര ഇഷ്ടമാണ്, എനിക്ക് കൃഷ്ണൻ എത്ര ഇഷ്ടമാണ്, എനിക്ക് കർത്താവ് യേശുവിനെ എത്ര ഇഷ്ടമാണ്, എനിക്ക് മുഹമ്മദിനെ എത്ര ഇഷ്ടമാണ്. എനിക്ക് ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാവരും. എല്ലാം എന്താ മെച്ചമായത്? എല്ലാം പരബ്രഹ്മമാണ്. സർവ്വതും പരബ്രഹ്മമല്ല, ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ, പാവപ്പെട്ട ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ഇവരെല്ലാം ലോകത്ത് അറിവ് നേടിക്കൊണ്ട് ഇവിടെ വന്ന് അറിഞ്ഞായാലും അറിഞ്ഞില്ലേലും വന്ന് എങ്ങനെയായാലും ഭഗവാൻ കൃഷ്ണനും കർത്താവായി വന്ന യേശുവും എല്ലാം നമുക്ക് ഗുരുക്കന്മാരാണ്. ഇതിൽ പരബ്രഹ്മമൂർത്തി യഥാർത്ഥമായി അതിന് 100% പരമാത്മാവായി വന്ന ഭഗവാൻ കൃഷ്ണൻ നമുക്ക് ഉപദേശം തരുന്നത്. അപ്പോൾ അതും ഗുരുവല്ലേ, പരബ്രഹ്മമൂർത്തിയല്ലേ, ഗുരുവല്ലേ. ഇവിടെ ഭൂമിയിൽ വന്ന് നമ്മളെ നന്നാക്കാനും സത്യവും ധർമ്മവും നീതിക്കും വേണ്ടി പോരാടാനും ശിഷ്ടന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ വകവരുത്താനും ധർമ്മം പുനഃസ്ഥാപിക്കുക, ഇങ്ങനെയൊക്കെ ഓരോ നന്മ മാർഗത്തിന് വേണ്ടി വഴികാട്ടി തരാനാണ്. പാവപ്പെട്ട അറിവില്ലായ്മയുള്ള നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാം അവതാരം കൊണ്ടേക്കുന്നത്. പരമാത്മാവ് ഏകനാണ്, അദ്വൈതനാണ്. അല്ല ദ്വൈതമല്ല, ദ്വൈതം 2. അപ്പോൾ ദ്വൈതമുള്ളവരാണ് പറയുന്നത് കൃഷ്ണനെന്ന് വേറെ, ഗുരുവെന്ന് വേറെ, കർത്താവ് വേറെ, മുഹമ്മദ് വേറെ, അള്ളാഹു വേറെ, യേശു കർത്താവ്, ഇങ്ങനെ പറയുന്നത് എന്താ? ദ്വൈതം. ഞാനെന്നും നീ എന്ന് ഞാനും നീ എന്നുള്ള രണ്ടവസ്ഥ മാറി ഞാനും നീയും ഒന്നാണ്. നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ. ഇത് രണ്ടും ഒന്നാണ് എന്ന് ആര് മനസ്സിലാക്കുന്നു, അപ്പോഴാണ് ഈ പറഞ്ഞ അവതാര പുരുഷന്മാരെല്ലാം അദ്വൈതമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ അദ്വൈതമായി ഏകമായിരിക്കുന്ന ഒന്നിനെ ലോകത്ത് അവതരിച്ചുകൊണ്ട് നാനാത്വമായി മാറി. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെയുള്ള സൃഷ്ടികളെല്ലാം തന്നെ ആ നാനാത്വം തന്നെയാണ്. പക്ഷെ നമുക്കൊന്നും അറിവില്ലായ്മ കൊണ്ട് നമ്മൾ നന്നാവുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അറിവായി വന്ന മഹാത്മാക്കൾക്ക് ഒന്നായിട്ട് നമുക്ക് കാണണം. അറിവ് വന്നെങ്കിലേ അതും പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദ്വൈതമായി തന്നെ ഇരിക്കും. ഞാനും നീയും വേറെയാണുള്ള രീതിയിൽ എൻ്റെ കൃഷ്ണൻ, നിങ്ങൾക്ക് ഈഴവർ പറയും ഞങ്ങളുടെ ദൈവം ഗുരു, നിങ്ങളുടെ ദൈവം യേശു, മറ്റൊരു ദൈവം കൃഷ്ണൻ, ഇങ്ങനെ പറയുന്നുണ്ടാ ഒരു അറിവുമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അജ്ഞന്മാർ ഇപ്പോഴും അന്ധത നിറഞ്ഞിരിക്കുന്ന യാതൊരു വെളിച്ചം പ്രകാശം ഉള്ളിൽ അറിഞ്ഞെങ്കിലല്ലേ പ്രകാശം വരൂ. അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അല്പമെങ്കിലും നമ്മൾ ഞാനിത് പറഞ്ഞത് എൻ്റെ പൊന്നു മക്കളെങ്കിലും ഇത് മനസ്സിലാക്കണം. അത് എനിക്കത് വലിയ നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിർബന്ധമായി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ അതൊരു ഗുണമാവണമല്ലോ. ഇതിന് എന്തായാലും ഒരു 4 വരി ഇങ്ങനെ പറഞ്ഞു തരുമ്പം അതൊരു ഗുണപ്പെടണമല്ലോ, വെറുതെ ആവരുതല്ലോ. വെള്ളത്തിൽ വരച്ച വര പോലെ ആകരുത് മക്കളെ. നമ്മൾ ഏകമായി കാണണം. സർവ്വതും ഏകമല്ലാതെ രണ്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അത് യേശു തമ്പുരാൻ പറഞ്ഞത് എന്താ പറയുക, ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞു. ഞാനും അത് തന്നെ പറയുന്നത്. ഒന്നേ ഉള്ളു, രണ്ടില്ല. നമ്മളെല്ലാവരും ഏകമാണ്. ഏക പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കൾ തന്നെ. പരാശക്തിയും പരബ്രഹ്മവും രണ്ടും കൂടെ ചേർന്ന പരബ്രഹ്മം ശിവശക്തി. ആ പരമാത്മാവിൻ്റെ സന്തതികളായ നമ്മളെല്ലാവരും ഒന്നല്ലാതെ രണ്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആരും തന്നെ രണ്ടില്ലെന്ന് മനസ്സിലാക്കണം. എല്ലാം നമുക്ക് വേണ്ടി വന്നതാണ് ഓരോ കാലങ്ങളിൽ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.